സോ ഞങ്ങൾ ഇന്ന് വണ്ടർലേ പോവാണ്. ഞങ്ങൾ വെക്കേഷൻ്റെ ലാസ്റ്റാണ് പോയതെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടർലയുടെ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടർലയുടെ ഫ്രണ്ടിലെത്തി ആൻഡ് ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. അങ്ങനെ 10:45 നമ്മുടെ വണ്ടർല സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പാവകളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ ആ പാവകളുടെ അവിടെയൊക്കെ ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങൾ ആ തിരക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അതുവരേക്കും ഞങ്ങൾ ഈ ചേട്ടനോടൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ തിരക്കൊക്കെ മാറി ഞങ്ങൾ അങ്ങോട്ട് പോയി. അന്നേരമാണ് ഞങ്ങൾ ഈ ആനയെ കണ്ടത്. ഇറ്റ് വാസ് വെരി ക്യൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ആനേനെ. പിന്നെ ഞങ്ങൾ വണ്ടർലയുടെ അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അകത്തെ വ്യൂ. ഗൈസ്, നമ്മൾ ലാൻഡ് റൈറ്റ്സിൽ കയറാൻ പോവാണ്. ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എല്ലാവരും ചേഞ്ച് ചെയ്തു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഈ ഒരു റൈഡിലാണ് ഞങ്ങൾ ആദ്യം പോയത്. ഈ റൈഡ് എന്ന് പറയുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഷൂ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല ഫുഡായിരുന്നു. ആ റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ റൈഡ് വേറെ കയറി. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ റൈഡിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വണ്ടർല കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, അങ്ങനെ 3D ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്ന മരമുത്തശ്ശനെ കണ്ടു. പക്ഷേ മരമുത്തശ്ശൻ സംസാരിച്ചില്ല ഗൈസ്. അതെനിക്ക് വിഷമമായി പോയി. കുഴപ്പമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഒരു റൈഡ് കയറിയില്ലേ, അതിൽ കുട്ടികൾക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ഡ്യൂപ്പ് റൈഡാണിത്. അതിനകത്ത് നമ്മുടെ ധ്യാൻ കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. ധ്യാൻ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ല, പക്ഷെ അവൻ ഇതിൽ പേടിച്ചു. ധ്യാൻ പേടിച്ചാലും അങ്ങനെ അലക്കത്തൊന്നുമില്ല. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. ഞാനാണെങ്കിൽ എനിക്ക് പേടി ഉണ്ടെങ്കിലും പേടി ഇല്ലെങ്കിലും ഞാൻ അലയ്ക്കും. എന്താ പേടിയില്ലെങ്കിൽ അലയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റൈഡിലൊക്കെ കയറുമ്പോൾ അലയ്ക്കുമ്പോൾ എനിക്കെന്തോ എനർജി ബൂസ്റ്റ് ആകുന്ന പോലെയും എനിക്ക് ഇച്ചിരി കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. ആ റൈഡ് ഒന്നും കൂടെ വൈബൊക്കെ കൂടുതൽ തോന്നും. അന്നേരം ആൾക്കാർ വിചാരിക്കും ഇവളെന്തിനാ ഈ കുഞ്ഞു കുഞ്ഞു റൈഡിൽ കയറിയിട്ട് ഇങ്ങനെ പേടിക്കുന്നേ, ഇവളെന്തിനാ ഇങ്ങനെ അലയ്ക്കുന്നേ, ഇത്ര പേടിപ്പെടുത്തുന്ന റൈഡൊന്നും അല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഞാനത് എൻജോയ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ചിലതൊക്കെ ഞാൻ പേടിച്ചിട്ട് കയറാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് ഒന്നും മനസ്സിലാവത്തില്ല. പിന്നെ ഇതിലൊന്നും ഞാൻ കയറിയില്ല, കാരണം ഇതൊക്കെ ഭയങ്കര ലൈറ്റായിട്ടുള്ള റൈഡാണ്. ഇതിലൊക്കെ അലച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ അലച്ചില്ല. പിന്നെ ഇത് ഞങ്ങളിനി വാട്ടർ റൈഡ്സിലേക്ക് കയറാൻ പോവുക. അതിൻ്റെ വഴിയാണ് ഞങ്ങളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുമായിരുന്നു കേട്ടോ അതിൻ്റെ വഴി കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ വണ്ടർ സ്പ്ലാഷിലാണ് കേട്ടോ കയറിയത്. അതിൽ കയറിയപ്പോൾ പകുതി നനഞ്ഞു, പകുതിയല്ല മുക്കാലും നനഞ്ഞു, ഫുൾ നനഞ്ഞു ഞങ്ങൾ.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്ലൈഡിൽ. ഇതിലെനിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു, കാരണം എനിക്ക് വെയിറ്റ് സെറ്റായില്ല, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും കയറി. അവരാണ് ഈ 2 കൈയും പൊക്കി കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേവ് പൂളിൽ പോയി. ഇതിനൊക്കെ മുമ്പ് ഞങ്ങൾ കുറേ പൂളിലും കുറേ വാട്ടർ ആക്ടിവിറ്റീസിലും കുറേ ലാൻഡ് റൈഡ്സിലൊക്കെ പോയി. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോൺ ഞങ്ങൾ ലോക്കറിലൊക്കെ വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഫോണുള്ള സമയത്തൊക്കെ ഉള്ള ക്ലിപ്പൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്ലിപ്പുകളെ കിട്ടിയുള്ളൂ, പക്ഷേ എന്നാലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മരമുത്തശ്ശി സംസാരിക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നേരത്തെ ഉണ്ടായിരുന്ന വിഷമമൊക്കെ മാറി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു റൈഡിൽ കയറി. ഈ ഒരു റൈഡിന് ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നതാണ് ആരതി ഒഴിയുന്ന റൈഡ്. കാരണം അങ്ങനെയില്ല, ആ ഒരു രീതിയിലല്ലേ ഇങ്ങനെ ആരതി ഒഴിയുന്ന പോലെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് റൈഡ്. ഞങ്ങൾ രാത്രിയായി, 10 മണിയായി. ഫുൾ റൈഡിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. അപ്പോൾ അതാ ഞങ്ങൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ കയറില്ല, എൻ്റെ അമ്മയ്ക്ക് കയറാനാണ്. സോ ഭയങ്കര ഡേഞ്ചറസാണ്. ഞാൻ കുറച്ച് റൈഡിലൊക്കെ കയറി, അതിൻ്റെ കോലാണെങ്കിൽ ഇപ്പോൾ കാണുന്നത്. നമ്മളതേ കയറിയില്ല, നമുക്കത് പറ്റിയിട്ടുള്ള റൈഡല്ല. അങ്ങനെ ഞങ്ങൾ രാത്രി 10 മണി വരെയുള്ള ടിക്കറ്റായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലാൻഡ് ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ 10 മണി കഴിഞ്ഞിട്ടാണ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തത്. രാവിലെ അത്ര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ വാട്ടർ ആക്ടിവിറ്റീസിലും ലാൻഡ് റൈഡ്സിലൊക്കെ കയറി ഞങ്ങൾ ഫൈനലി വണ്ടർലയിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ബൈ.